വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ സമയമാറ്റം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇതിൽ എതിർപ്പറിയിച്ച് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ. സ്കൂൾ സമയത്തിൽ അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഏകദേശം 12 ലക്ഷം വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തെ നേരിട്ട് ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് മനസ്സിലാക്കി സമയമാറ്റത്തിൽ മാറ്റം വരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും സമസ്ത കൂട്ടിച്ചേർത്തു. സ്കൂൾ സമയമാറ്റം കൊണ്ടുവരാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന് SKSSF നേതാവ് സത്താർ പന്തല്ലൂർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അടുത്തയാഴ്ച മുതൽ സ്കൂളുകളുടെ പ്രവൃത്തി സമയത്തിൽ അരമണിക്കൂർ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ഈ മാറ്റം മദ്രസയുടെ സമയക്രമത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് തീരുമാനം അപക്വവും അപ്രായോഗികവുമാണ് എന്നും സത്താർ പറഞ്ഞു. ഇത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരിടുന്ന പ്രായോഗിക പ്രശ്നങ്ങളെ അവഗണിക്കലാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും വർദ്ധിപ്പിക്കാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം. ഹൈസ്കൂൾ വിഭാഗത്തിൽ രാവിലെ 9:45 ക്ലാസ് തുടങ്ങി 4:15 അവസാനിക്കുന്ന രീതിയിലാണ് പുതിയ സമയക്രമം. 220 പ്രവൃത്തി ദിനങ്ങൾ വേണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ സമയമാറ്റം. എന്നാൽ സമസ്തയുടെ ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് വന്നതോടെ ഇതിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ആരുടെയും മതവിശ്വാസത്തെയും ദൈവവിശ്വാസത്തെയും വ്രണപ്പെടുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിമർശനങ്ങൾ പരിശോധിക്കുമെന്നും കോടതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ഉറപ്പാക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യം. കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വിദ്യാഭ്യാസ വകുപ്പ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. പഠനത്തിൽ കൂടുതൽ സമയം വേണ്ട കാലഘട്ടമാണിത്. ക്ലാസുകളിലെ സമയത്തിൽ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റുമാണ് കൂട്ടിയത്. ഒരു ദിവസം അരമണിക്കൂർ കൂട്ടിയത് വലിയ കാര്യമാണോ എന്നും മന്ത്രി ചോദിച്ചു.